സീറ്റർ ട്യൂഷന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആയ ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന പാഠത്തിലേക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ലൈഫ് പ്രോസസ്. നമ്മളിപ്പോ സ്കൂൾ തുറക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പൊ സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ആദ്യം തൊട്ടേ എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. ആദ്യം തൊട്ടേ ഓരോരോ ക്ലാസ് കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തൊട്ടേ പഠിച്ചു പോവാം. അപ്പം ഇതെന്ന് പറയുന്ന അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഒരു ബാക്ടീരിയാസിനെ കുറിച്ചും അതിന്റെ ലൈഫ് പ്രോസസ്സിനെ കുറിച്ചും ലൈഫിൽ നടക്കുന്ന ഓരോ പ്രക്രിയകളെ കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പഠിച്ചു നോക്കാം. ലൈഫ് പ്രോസസ്, ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് മെറ്റബോളിസം, internal environment and homeostasis, plasma membrane and exchange of substances, photosynthesis and nutrients, plant services, plant protection. ഇതിനെയൊക്കെ കുറിച്ചാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ലൈഫിന്റെ അടയാളങ്ങൾ എന്താണ്, ലൈഫിന്റെ അടയാളങ്ങൾ അത് ഏതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ അടയാളങ്ങൾ എന്ന് പറയുന്നത്. മൂവ്മെന്റ്, റെസ്പോൺസ്, റെസ്പിറേഷൻ, റീപ്രൊഡക്ഷൻ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സയൻസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അടയാളങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിനകത്ത് ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്റേണൽ ഓർഗനിലായാലും എക്സ്റ്റേണൽ ഓർഗൻസിലായാലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈഫിന്റെ സയൻസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അടയാളങ്ങൾ എന്ന് വിളിക്കുന്നത്. മൂവ്മെന്റ്, റെസ്പോൺസ്, റെസ്പിറേഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഇതൊക്കെ എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോരോ അടയാളങ്ങളല്ലേ. അപ്പൊ ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് സെൽ എന്താണ്. സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ കോശം. സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിതത്തിന്റെ അടിസ്ഥാനപരമായി ഫങ്ഷണൽ ആയിട്ടുമുള്ള ഘടകത്തിനെ വിളിക്കുന്ന പേരാണ് സെൽ എന്ന് വിളിക്കുന്നത്. The chemical reactions essential for the existence of life mainly take place inside the cell. സെല്ലിനകത്താണ് നമ്മുടെ ലൈഫിന്റെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത്. നമ്മുടെ ലൈഫിലെ കെമിക്കൽ റിയാക്ഷൻസ് മെയിൻലി നടക്കുന്നത് ഈ സെല്ലിനകത്താണ്. ഓക്കെ, ഈ സെല്ലിനകത്ത് നടക്കണമെങ്കിൽ സെൽ എന്ത് ചെയ്യണം, സെല്ലിന് ഓരോ പ്രവർത്തികൾ ചെയ്യണ്ടേ, അതിനായിട്ട് കുറച്ച് മോളിക്യൂൾസ് ഒക്കെ ആവശ്യമാണ്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, സെല്ലിന്റെ സ്ട്രക്ചറിനും സെല്ലിന്റെ ഫംഗ്ഷനും ആയിട്ട് ഒരുപാട് മോളിക്യൂൾസ് വേണം. ഓക്കെ, ഈ മോളിക്യൂൾസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ഈ മോളിക്യൂൾസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ഒരുപാട് എലമെന്റ്സ് ചേർന്നിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആണ്. അതെങ്ങനെയാണ് വാട്ടർ ഉണ്ടാവുന്നത്, രണ്ട് എലമെന്റ്സ് ചേർന്നിട്ടല്ലേ, ഹൈഡ്രജൻ എന്ന എലമെന്റും ഓക്സിജൻ എന്ന എലമെന്റും കൂടെ ചേർന്നിട്ടല്ലേ വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടുന്നത്, ഒരു മോളിക്യൂൾ കിട്ടുന്നത്, അങ്ങനെയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ നമുക്ക് അങ്ങനെയല്ലേ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എലമെന്റ്സ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിന്റെ പ്രോസസ്സ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഏതൊക്കെ എലമെന്റ്സ് ആണ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം, ഇത്രയും എലമെന്റ്സ് ചേർന്നിട്ടാണ് നമ്മുടെ മോളിക്യൂൾസ് ഉണ്ടായിട്ട് നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചറിനും ഫംഗ്ഷനും കാരണമാവുന്നത്. ഓക്കെ, ബയോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്, ഇനി അടുത്ത ടോപ്പിക് ആണ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്, മെയിൻ ആയിട്ടും 4 കാര്യങ്ങൾ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ബയോമോളിക്യൂൾ എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിയിക് ആസിഡ് എന്ന് വിളിക്കുന്ന, അതിനെ ഇത്രയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ബേസിക് ആയിട്ടുള്ള ഘടകം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്, ബയോമോളിക്യൂൾസ് ആണ്. ഓക്കെ, ഈ ബയോമോളിക്യൂൾസ് 4 തരത്തിലുണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിയിക് ആസിഡ്. ഇതെന്താണ്, ഇതിന് ഓരോന്നിനും കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഏതൊക്കെയാണ്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്, ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുമുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സ്റ്റാർച്ച്, സുക്രോസ്, സെല്ലുലോസ്, ഇത്രയാണ് മെയിൻ ആയിട്ടുമുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ അതേ രൂപത്തിലല്ല ഉണ്ടാവുന്നത്, ഫുഡിലൂടെ കിട്ടുന്നത് ഈ രൂപത്തിലൊക്കെയാണ് നമ്മുടെ ഫുഡിലൂടെ നമ്മുടെ ബോഡിക്കകത്ത് കിട്ടുന്നത്. ലിപ്പിഡ്സ് ആണെങ്കിൽ ഫാറ്റും ഓയിലിന്റെ രൂപത്തിലാണ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത്. പ്രോട്ടീൻസ് ആണെങ്കിൽ ഹോർമോൺസും ആന്റിബോഡീസിന്റെ രൂപത്തിലാണ്. ന്യൂക്ലിയിക് ആസിഡ് ആണെങ്കിലോ DNA ആൻഡ് RNA, ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ്, റൈബോ ന്യൂക്ലിയിക് ആസിഡ് എന്ന് പറയുന്നത് ആ 2 രീതിയിലാണ് നമ്മുടെ ന്യൂക്ലിയിക് ആസിഡ് ബോഡിക്കകത്തേക്ക് കയറുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എൻറ്റർ ദ സെൽ. നമ്മുടെ ബോഡിക്കകത്തേക്ക് ഒരുപാട് വസ്തുക്കൾ കയറുമല്ലോ. നമ്മുടെ ബോഡിയിലും പ്ലാന്റ്സിനും യൂണിസെല്ലുലാർ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ ബോഡിയിലും എങ്ങനെയാണ് പ്ലാന്റ്സ് ഓരോ സബ്സ്റ്റൻസ് പുറത്ത് നിന്ന് നമ്മുടെ ബോഡിക്കകത്തേക്ക് എങ്ങനെയാണ് കയറുന്നത് നമുക്ക് നോക്കാം. Enter the cell membrane in unicellular and multicellular organism. Substances enter the amoeba directly through the cell membrane. അമീബ ആണെങ്കിൽ, അതായത് യൂണിസെല്ലുലാർ ഒറ്റകോശ ജീവികളാണെങ്കിൽ, അമീബ പോലുള്ള ഒറ്റകോശ ജീവികളാണെങ്കിൽ എങ്ങനെ, സെൽ മെംബ്രെയിനിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് കയറുന്നത്. പുറത്തുനിന്ന് ഒരു വസ്തു വന്നാൽ സെൽ മെംബ്രെയിനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുക മൾട്ടി സെല്ലുലാർ.
ഓക്കെ, മൾട്ടി സെല്ലുലാറിലാണെങ്കിൽ അതായത് അനിമൽസ് പോലെയുള്ള അനിമൽസും നമ്മളൊക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതിലൊക്കെ എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസ് പുറത്തു നിന്ന് വരുന്നത്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നാണ് വിളിക്കുന്നത്. അതിനകത്തേക്ക് കയറിയിട്ടാണ് then through the cell membrane. സെൽ മെംബ്രെയിനിലൂടെ ആദ്യം എവിടേക്കാണ് കയറുന്നത്? ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡിലേക്കാണ് കയറുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിക്കകത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനി പ്ലാന്റ്സിലാണെങ്കിലോ? പ്ലാന്റ്സിലാണെങ്കിൽ സബ്സ്റ്റൻസ് എൻ്റർ ത്രൂ ദ സെൽ വോൾ. സെൽ വോളിലൂടെ കയറാൻ നമ്മുടെ ബോഡിക്കകത്ത്, പ്ലാന്റ്സിന്റെ ബോഡിക്കകത്തേക്ക് ഇന്റർ സെല്ലുലാർ സ്പേസിലൂടെ, സൈറ്റോപ്ലാസ്മിക് പാത്വേസിലൂടെ, പ്ലാസ്മോഡെസ്മേറ്റയിലൂടെ, പിന്നെ പ്ലാസ്മ മെംബ്രെയിനിലൂടെ. പ്ലാസ്മോഡെസ്മേറ്റ എന്ന് വെച്ചാൽ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ആണ്. സൈറ്റോപ്ലാസം ഇല്ലേ, അതിനെ കണക്ട് ചെയ്ത്, അടുത്തടുത്ത സൈറ്റോപ്ലാസത്തിനെ കണക്ട് ചെയ്ത് ഒരു പാത്വേ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സിലേക്ക് കയറുന്നത്. പുറത്തുനിന്നുള്ള ഒരു സബ്സ്റ്റൻസ് പ്ലാന്റ്സിനകത്തേക്ക് കയറുന്നത് ഇതുവഴിയാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്റർ ദ സെൽ മെംബ്രെയിൻ ഇൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഇനി പറയുന്നത് പുറത്തുനിന്നുള്ള ഒരു വസ്തു സെൽ മെംബ്രെയിനിനകത്തേക്ക് എങ്ങനെയാണ് കയറുന്നത്. നേരത്തെ പറഞ്ഞത് നമ്മുടെ ബോഡിക്കകത്തേക്ക് എങ്ങനെ കയറുന്നു എന്നാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് സെൽ മെംബ്രെയിനിനകത്തേക്ക് ഒരു പുറത്തുനിന്നുള്ള ഒരു വസ്തു എങ്ങനെയാണ് കയറുന്നത് നോക്കാം. സബ്സ്റ്റൻസസ് എന്റർ ദ അമീബ ഡയറക്ട്ലി ടു ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലൂടെയാണ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റൻസ് കയറുന്നത്. അമീബയിലാണെങ്കിൽ, യൂണിസെല്ലുലാറിലാണെങ്കിൽ അങ്ങനെയാണ് കയറുന്നത്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള അനിമൽസിലൊക്കെയാണ് ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡിലൂടെയാണ് കയറുന്നത്. പ്ലാന്റ്സിലാണെങ്കിൽ പ്ലാസ്മോഡെസ്മേറ്റ വഴി തന്നെയാണ് കയറുന്നത്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് നോക്കാം. എന്താണ് ഹോമിയോസ്റ്റാസിസ്? കീപ്പിംഗ് ദ കമ്പോസിഷൻ ഓഫ് ദ ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ്. നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ്, നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന എല്ലാ പ്രോസസ്സും അതുപോലെ തന്നെ നിലനിർത്തുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം വൈ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് പ്ലാസ്മ മെംബ്രെയിൻ. എന്തുകൊണ്ടാണ് സെൽ മെംബ്രെയിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്? Because the cell membrane surrounds the cytoplasm and separates it from the external environment, similar to how plasma surrounds cell in the body. Because the cell membrane surrounds the cytoplasm. കാരണം എന്താണ്? സെൽ മെംബ്രെയിൻ സൈറ്റോപ്ലാസിനെ എന്ത് ചെയ്യും? സറൗണ്ട് ചെയ്താണ് ഇരിക്കുന്നത്. സെൽ മെംബ്രെയിൻ സൈറ്റോപ്ലാസിന് ചുറ്റുമാണ് സെൽ മെംബ്രെയിൻ ഇരിക്കുന്നത്. ആൻഡ് സെപ്പറേറ്റ് ഇറ്റ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ സൈറ്റോപ്ലാസം സെൽ മെംബ്രെയിന് ചുറ്റുമാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സെപ്പറേറ്റ് ചെയ്യും. സിമിലർ ടു ഹൗ പ്ലാസ്മ സറൗണ്ട് സെൽ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ സെല്ല് എങ്ങനെയാണോ പ്ലാസ്മ മെംബ്രെയിനിന് ചുറ്റും ഇരിക്കുന്നത്, അതുപോലെയാണ് സൈറ്റോപ്ലാസത്തിന് ചുറ്റും എന്തിരിക്കുന്നത്? സെൽ മെംബ്രെയിൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? സെൽ മെംബ്രെയിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് മെറ്റബോളിസം എന്ന് നോക്കാം. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടോ? മെറ്റബോളിസത്തിനെ കുറിച്ച്. നമ്മുടെ ലൈഫിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. All life signs are manifested through the action of building blocks called biomolecules and other chemical elements. നമ്മുടെ ലൈഫിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സൈനുകളെയും മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആക്ഷൻ ഓഫ് ബിൽഡിംഗ് ബ്ലോക്സിന്റെ ആക്ഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ബയോമോളിക്യൂൾസും മറ്റ് എലമെന്റ്സും ചേർന്നിട്ടുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ മെറ്റബോളിസം നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അനബോളിസം എന്നും കാറ്റബോളിസം എന്നും ഡിവൈഡ് ചെയ്യാം. മെറ്റബോളിസം എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ആണുള്ളത്, അനബോളിസം ആൻഡ് കാറ്റബോളിസം. അനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിച്ച് കമ്പൈൻസ് മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യുന്നവരെ അനബോളിസം എന്നാണ് വിളിക്കുന്നത്. കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നവരെ കാറ്റബോളിസം എന്ന് വിളിക്കും. ഓക്കെ, അനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ രണ്ട് സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്താണ് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് എന്തിന് എക്സാമ്പിൾ ആണ്? അനബോളിസത്തിന് എക്സാമ്പിൾ ആണ്. കാറ്റബോളിസത്തിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഇൻടു അമിനോ ആസിഡ്. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തായിട്ട് മാറും? അമിനോ ആസിഡ് ആയിട്ട് മാറും. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആയി അമിനോ ആസിഡ് ആയിട്ട് മാറും. അത് എന്തിന് എക്സാമ്പിൾ ആണ്? കാറ്റബോളിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള മെറ്റബോളിസം എന്താണെന്ന് അതാണ്. ഓക്കെ, ഇനി മെറ്റബോളിസത്തിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക് ആണ് എൻസൈംസും ഹോർമോൺസും. അത് ബയോമോളിക്യൂൾസിന്റെ രണ്ട് ടൈപ്പ് ആണ്. പക്ഷെ എന്തിനാണ് ആവശ്യം? ടു റെഗുലേറ്റ് ആൻഡ് ഹെൽപ്പ് മെറ്റബോളിസം. മെറ്റബോളിസം തന്നെ റെഗുലേറ്റ് ചെയ്യാനും അതിനെ സഹായിക്കാനും ഉപയോഗിക്കുന്നതാണ് എൻസൈംസ്, ഹോർമോൺസും. അത് എന്തിലുള്ളതാണ്? ബയോമോളിക്യൂൾസിനകത്ത് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ് എൻസൈംസ്, എന്താണ് ഹോർമോൺസ് എന്ന് നോക്കാം.
Enzymes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ molecules ആണ് which help to speed up the chemical reaction that plays in an organism. ഒരു ഓർഗാനിസത്തിനകത്ത് നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ഒരു ബോഡിക്കകത്ത്. ഇപ്പൊ ഒരു അമീബ തന്നെ എടുക്കാം. അമീബയ്ക്കകത്ത് ഒരുപാട് എന്ത് നടക്കുന്നുണ്ട്? കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അമീബയുടെ ബോഡിക്കകത്ത്. അപ്പൊ ആ കെമിക്കൽ റിയാക്ഷൻസിനെയൊക്കെ എന്ത് ചെയ്യാനായിട്ട് അതിന്റെ സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്ന മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് എൻസൈംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അമീബയ്ക്കകത്ത് ഒരുപാട് പ്രോസസ് നടക്കും. അമീബ അല്ല, ഇപ്പൊ ഹ്യൂമൻസ് ആയാലും നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് എന്ത് നടക്കുന്നുണ്ട്? കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിനൊക്കെ സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? എൻസൈംസ് എന്ന് പറയുന്നത്. അതിന്റെ സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് സലൈവറി അമിലേസ് ഇൻ സലൈവ. സലൈവയിലുള്ള സലൈവറി അമിലേസ് അതിനൊരു എക്സാമ്പിൾ തന്നെയാണ്. സലൈവയിലുള്ള സലൈവറി അമിലേസ്. പെപ്സിൻ പ്രസന്റ് ഇൻ ഗാസ്ട്രിക് ജ്യൂസ്. ഗാസ്ട്രിക് ജ്യൂസിനകത്തുള്ള പെപ്സിന് അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഗാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ളതാണ് ഗാസ്ട്രിക് ജ്യൂസ്. ഗാസ്ട്രിക് ജ്യൂസിനകത്തുള്ള പെപ്സിൻ അത് എന്തിന് എക്സാമ്പിൾ ആണ്? എൻസൈംസിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ സലൈവയിലുള്ള സലൈവറി അമിലേസും ഗാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിനും എന്തിന് എക്സാമ്പിൾ ആണ്? എൻസൈംസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹോർമോൺസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹോർമോൺസ്. Hormones are chemical molecules that regulate and coordinate biological process. Hormones എന്ന് പറഞ്ഞാൽ അത് chemical molecules തന്നെയാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോർഡിനേറ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും. എന്തിനെ? ബയോളജിക്കൽ പ്രോസസ്സ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബയോളജിക്കൽ പ്രോസസ്സ് നടക്കില്ലേ? ആ പ്രോസസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹോർമോൺസ് എന്ന് പറയുന്നത്. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഗ്ലാൻഡുകളുണ്ട്, ഗ്രന്ഥികളുണ്ട്. അതിലൊരു ഗ്ലാൻഡാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആ ഗ്രന്ഥിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബയോളജിക്കൽ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? ബയോളജിക്കൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ എൻസൈംസ് ആവശ്യമാണ്? സെക്സ് ഹോർമോൺസ് ഏതൊക്കെയാണ് നമുക്ക് ആവശ്യം? ടെസ്റ്റോസ്റ്റിറോൺ ആവശ്യമാണ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിനെ നമ്മൾ സെലക്ടീവ്ലി പെർമിയബിൾ എന്ന് വിളിക്കുന്നത്? എന്ന് വെച്ചാൽ പ്ലാസ്മ മെംബ്രെയിനകത്ത് എല്ലാ സബ്സ്റ്റൻസും എന്ത് ചെയ്യില്ല? കടത്തിവിടില്ല. പ്ലാസ്മ മെംബ്രെയിൻ വളരെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മുടെ ബോഡിക്കകത്തോട്ട് എന്ത് ചെയ്യുള്ളൂ? എൻട്രി ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. എല്ലാ സബ്സ്റ്റൻസും എന്ത് ചെയ്യില്ല? കടത്തിവിടില്ല. അപ്പൊ എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ബോഡിക്കകത്തേക്ക് കടത്തിവിടുന്നത് നോക്കാം. Certain molecules can pass through the plasma membrane. Water, oxygen, carbon dioxide can easily pass through it. Water, carbon dioxide, oxygen ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലാസ്മ മെംബ്രെയിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് കയറുന്നത്? But certain substances and ions can only pass through special canals ഉണ്ട്, pores ഉണ്ട് in the plasma membrane. പ്ലാസ്മ മെംബ്രെയിനിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കനാൽസിലും പിന്നെ അതുപോലെ പോഴ്സ് ഉണ്ട്, ഹോൾസ്, സുഷിരങ്ങൾ. അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ഇതിനകത്തേക്ക് കയറുന്നത്, പ്ലാസ്മ മെംബ്രെയിനകത്തേക്ക് കയറുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് വിളിക്കുന്നത്? ഈ പ്ലാസ്മ മെംബ്രെയിനെ സെലക്ടീവ്ലി പെർമിയബിൾ എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളും അത് എന്ത് ചെയ്യില്ല? അതിനകത്തേക്ക് കടത്തിവിടില്ല. വളരെ ആവശ്യമുള്ള വസ്തുക്കളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പെർമിറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഓൾസോ കോൾഡ് സെലക്ടീവ്ലി പെർമിയബിൾ. ആ പെർമിറ്റ് ചെയ്യുന്ന വസ്തുക്കൾ തന്നെ ഏതൊക്കെയാണ്? വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വസ്തുക്കൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അകത്തേക്ക് കടത്തിവിടുള്ളൂ. ഓക്കെ, ഇനി പ്ലാസ്മ മെംബ്രെയിൻ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് കമ്പോണൻസ്. ഏതൊക്കെ കമ്പോണൻസ് കൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്? ഫോസ്ഫോലിപ്പിഡ് ലെയറും പ്രോട്ടീൻസും. ഫോസ്ഫോലിപ്പിഡ് ലെയറും പ്രോട്ടീൻസും കൊണ്ടാണ്. അങ്ങനെ ഒരു ലെയർ ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു ലെയർ ആണ് ഫോസ്ഫോലിപ്പിഡ് ലെയർ എന്ന് പറയുന്നത്. അതും പ്രോട്ടീൻസും കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ത്രൂ അക്രോസ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലൂടെയുള്ള ഓരോ മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ട്. സെൽ മെംബ്രെയിനിലൂടെ എങ്ങനെയാണ് ഓരോ മെറ്റീരിയൽസ് അകത്തേക്കും പുറത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് മെയിൻ ആയിട്ട് 4 എണ്ണമാണ് അതിനകത്തുള്ളത്. ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫ്രാക്ഷണൽ ഡിഫ്യൂഷൻ, പിന്നെന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇങ്ങനെ 4 എണ്ണമാണ് എന്തായിട്ട് മെയിൻ ആയിട്ട് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് ഓസ്മോസിസ്. എന്താണ് നമുക്ക് നോക്കാം. ഓസ്മോസിസ് എന്ന് വെച്ചാൽ പ്രോസസ് ബൈ വിച്ച് വാട്ടർ മോളിക്യൂൾസ് മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. പ്രോസസ് ആണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രോസസ് തന്നെയാണ്. എന്തിലാണ് നടക്കുന്ന? വാട്ടർ മോളിക്യൂൾസിന്റെ
മൂവ്മെന്റ് ആണ്. എവിടെ നിന്ന് എവിടേക്കാണ്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള നമ്മുടെ എന്തിന്റെ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഏതിലൂടെയാണ് നടക്കുന്നത്? സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ. അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ across a semi permeable membrane. ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ എന്ന് വെച്ചാൽ എല്ലാത്തിനെയും കടത്തിവിടുന്ന ഒരു മെംബ്രെയിനിലൂടെയുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ എന്താണ്? മൂവ്മെന്റ് ആണ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈഡ് ഗ്രേപ്സ് സോക്ഡ് ഇൻ ഫ്രഷ് വാട്ടർ ബിക്കം സ്വെൽഡ്. ഡ്രൈഡ് ഗ്രേപ്സ്, അതായത് നമ്മൾ ഉണക്കമുന്തിരിയില്ലേ, കിസ്മിസ് എന്ന് പറയും, ഉണക്കമുന്തിരി നമ്മൾ എന്ത് ചെയ്യാൻ? സോക്ഡ് ഇൻ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യും? സോക്ക് ചെയ്ത് വെക്കുക. സാധാരണ വെള്ളത്തിൽ എന്ത് ചെയ്യാം? കുതിർക്കാൻ ഇടുക. അപ്പൊ എന്ത് സംഭവിക്കും? അത് കുറച്ച് നമ്മൾ എടുക്കുമ്പോൾ സ്വെൽഡ് ആയിട്ടിരിക്കും, അതായത് വീർത്തിരിക്കും. അതെന്തിന് എക്സാമ്പിൾ ആണ്? ഓസ്മോസിസ് കാരണമാണ് അത് ഉണ്ടാകുന്നത്. വാട്ടർ മോളിക്യൂൾസ് അതിനകത്തേക്ക് കയറുന്നത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? അത് സ്വെൽ ചെയ്യുന്നത്, അത് വീർത്ത് വരുന്നത്. അപ്പൊ വാട്ടർ മോളിക്യൂൾസ് എന്താണ്? ഇൻസൈഡിലോട്ടാണ് കയറുന്നത്. ഓക്കെ, അപ്പൊ അതിനെ വിളിക്കുന്ന പേര് എൻഡോമോസിസ്. അതിനെക്കുറിച്ച് വലുതായിട്ട് പഠിക്കാനില്ല, എന്നാൽ എൻഡോമോസിസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഡ്രൈഡ് ഗ്രേപ്സ് നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിരുന്ന അത് എന്തായിട്ട് മാറും? സ്വെൽഡ് ആവും. കാരണം എന്താണ്? വാട്ടർ മോളിക്യൂൾസ് അതിനകത്തോട്ട് കയറുന്നത് കാരണമാണ് അത് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ അല്ലാതെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ സോൾട്ട് വാട്ടറിൽ. സോൾട്ട് വാട്ടറിൽ നമ്മൾ സെല്ല് ഇട്ട് വെച്ചാൽ അത് സ്ട്രിങ് ചെയ്തിരിക്കും. അതും ഇതിനൊരു എക്സാമ്പിൾ ആണ്. അതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് പോകുന്നത് കാരണമാണ് അത് എന്ത് ചെയ്യുന്നത്? സ്ട്രിങ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സുമായിട്ട് പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്.